എത്രയാടാ? ഒരു മിനിറ്റ്. ഹലോ, ഞാൻ പെട്രോൾ പമ്പിൽ നിൽക്കുവാണേ, തിരിച്ചവിടെ വിളിക്കാം. എത്രയായിരുന്നു? ഇപ്പോൾ വിളിക്കാം. ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞില്ലേ, 100 മേടിച്ചോ. ഇപ്പോൾ വിളിക്കാം. ഓക്കെ, പമ്പിൽ നിൽക്കുക. ചേട്ടാ ബാലൻസ്? ആ 150 ഇല്ലയോ? ഇനി 200 രൂപ വരും ഇങ്ങോട്ട്. 200 രൂപയോ? 150 രൂപയല്ലേ അടിച്ചേ? അല്ല 350. എൻ്റെ സഹോദരി 150 രൂപ അടിക്കാനല്ലേ ഞാൻ പറഞ്ഞേ. അയ്യോ 350 എനിക്ക് തിരിഞ്ഞേ. അതിന് ഞാൻ കുറ്റക്കാരനാണോ? അതൊക്കെ നിങ്ങളുടെ ഡ്യൂട്ടി അല്ലേ, നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ. എന്തിനാ ഒരു കസ്റ്റമറിനെ ബുദ്ധിമുട്ടിക്കുന്നത്? അടിച്ചു പോയില്ലേ ചേട്ടാ, 200 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. 200 ആയാലും 2000 ആയാലും എൻ്റെ തരാനില്ല, ഞാൻ തരത്തുമില്ല. ചേട്ടാ വൈകിട്ട് കണക്ക് കൊടുക്കും, വിഷയമാവും. ആകട്ടെ. അടിച്ചു പോയില്ലേ ചേട്ടാ, 200 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. 200 രൂപ ആയാലും 2000 രൂപ ആയാലും എൻ്റെ കയ്യിൽ തരാനില്ല, തരത്തുമില്ല. നിൻ്റെ കാശില്ലാഞ്ഞിട്ടൊന്നും അല്ല, ചിലപ്പോൾ ആ കൊച്ചിൻ്റെ ഒരു ദിവസത്തെ ശമ്പളം പോലും കാണത്തില്ല 200. ചേട്ടാ വൈകിട്ട് കണക്ക് കൊടുക്കും, വിഷയമാവും. ഇവിടെ നീ ആ പമ്പിൽ ചെന്നിട്ട് ആ കൊച്ചിന് ഒരു 200 രൂപ കൊടുത്ത് സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എടേ, എൻ്റെ പട്ടി പോയി പറയും സോറി. എത്ര ചേട്ടാ? അത് ചേച്ചി, വേറൊരു സ്റ്റാഫ് ഉണ്ടല്ലോ ഇവിടെ, ഒരു പെൺകുട്ടി. അതെ, ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഒരു വെളുത്ത വട്ട മുഖമുള്ള 2 മൂക്കുത്തിയൊക്കെ വെച്ച ഒരു പെണ്ണ്. ഓഹോ, രേഷ്മയുടെ കാര്യമായിരിക്കും. അതിന് ഒരു 200 രൂപ ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു പെട്രോൾ അടിച്ചതിൻ്റെ. അതെന്തോ സാമ്പത്തിക പ്രശ്നമായിട്ട് കഴിഞ്ഞ ആഴ്ച പോയത്. പോയോ? പോയി. ഇപ്പം എവിടെ ജോലി എന്നല്ല അറിയാമോ? അതിപ്പോ അവിടെ ഫർണിച്ചർ കടയിലും കണ്ടാന്ന് തോന്നുന്നു. ഫർണിച്ചർ കടയല്ലേ? മുക്കടയല്ലേ? അതല്ലേ? നമസ്കാരം ചേട്ടാ, ഇവിടെ ഒരു ലേഡി സ്റ്റാഫ് ഉണ്ടല്ലോ. ഉണ്ടല്ലോ. ഉണ്ടോ? വിളിക്കാം. ചേച്ചി, അയ്യോ, ഇതല്ല, ഇയാളല്ല. ഇവിടെ ലേഡി സ്റ്റാഫായിട്ട് ഈ ഒരാളെ ഉള്ളൂ. എന്താ സാറേ? അയ്യോ, ഞാൻ ഇയാളല്ല ഉദ്ദേശിച്ചത്. ഇവിടെ വേറൊരാളില്ലേ, ഒരു ലേഡി. അല്ല, ഇവിടെ വേറെ അല്ല, ഒരു വട്ടമുഖം, ഒരു വെളുത്ത 2 മൂക്കുത്തേക്കുള്ള ഒരു കുട്ടി. ഓ, ആ കഴിഞ്ഞ ആഴ്ച വന്ന കുട്ടിയായിരിക്കും, രേഷ്മ എന്ന് പറഞ്ഞിട്ട്. തന്നെ ആ കുട്ടി എന്ത് ചെയ്യും? അതിൻ്റെ വീട് എവിടെയാണെന്നല്ല അറിയാമോ? കോൺടാക്ട് നമ്പർ എന്തെങ്കിലും ഉണ്ടോ? അത് ഒരു ദിവസം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബയോഡേറ്റ തരാ പറഞ്ഞായിരുന്നു, പിന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്ത് പറ്റി സാർ? അല്ല, ഒന്നുമില്ല. എന്താ ഏട്ടാ? സോറി ഉണ്ടേ. എന്നെ മനസ്സിലായോ? മനസ്സിലായില്ല. കഴിഞ്ഞ ആഴ്ച പെട്രോൾ പമ്പിൽ വെച്ചേ ഒരു 200 രൂപ തരാതെ പോയില്ലയോ, ഒരു 350 രൂപയുടെ വിഷയത്തിൽ. ഓ, ഇപ്പൊ മനസ്സിലായി. ഞാൻ ആ 200 രൂപ കൊണ്ട് പെട്രോൾ പമ്പിൽ വന്നായിരുന്നു. അയ്യോ, പമ്പിലെ ജോലി അങ്ങ് നിർത്തിയാട്ടെ, വേറെ ജോലി കിട്ടിയപ്പോ. അന്നേരം തന്നെ സോൾവ് ആയിരുന്നല്ലോ. സോൾവ് ആയോ? എങ്ങനെ? അടിച്ചു പോയില്ലേ ചേട്ടാ, 200 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. 200 ആയാലും 2000 ആയാലും എൻ്റെ തരാനില്ല, തരത്തുമില്ല. ചേട്ടാ വൈകിട്ട് കണക്ക് കൊടുക്കും, വിഷയമാവും. ആകട്ടെ. അടിയ 200 രൂപേൻ്റെ കാര്യമില്ലുള്ളൂ, അത് കൊടുക്ക്. നാണക്കേടാ. നീ നിൻ്റെ കാര്യം നോക്കണം കേട്ടോ. അവരല്ലേ ശ്രദ്ധിക്കേണ്ട, അവരുടെ കാര്യം. തെറ്റടിക്കാൻ നമ്മൾ പറഞ്ഞോ? ആൾക്കാർ ശ്രദ്ധിക്കും. ഇവന്മാരെ സ്ഥിരം പരിപാടി ചെയ്ത്. ശരി ചേട്ടാ. രൂപയ്ക്ക് 20,000 രൂപയുടെ ടെൻഷൻ അടിച്ച്. ചില നിമിഷങ്ങൾ അങ്ങനെയാണ്, വല്ലാതെ വേദനിപ്പിക്കും.